ഹായ് ഫ്രണ്ട്സ്, ടോണിച്ചട്ടൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു ഫ്രൂട്ടാണ് ചാമ്പയ്ക്ക. വൈറ്റമിൻ സി, ഫൈബർ, സോഡിയം, അയൺ, പൊട്ടാസ്യം തുടങ്ങിയ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ചാമ്പയ്ക്കയെ ആരും മൈൻഡ് ചെയ്യാറില്ല. ഈ ചെറിയ ചെടിയിൽ തന്നെ ഇത്രയധികം ചാമ്പയ്ക്ക പിടിച്ചെടുക്കുന്ന കാണാൻ തന്നെ ഒരു അത്ഭുതമാണല്ലേ. എന്ത് ഭംഗി ഇതിങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാണാൻ. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ചാമ്പയ്ക്ക വെച്ച് നമുക്കിന്നൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി കുറച്ച് ചാമ്പയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വൃത്തിയായി കഴുകിയെടുക്കണം. ഇതിൻ്റെ അകത്തുള്ള കുരുവും പൊടിയും അഴുക്കും എല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുക്കാം. നമുക്ക് കഴുകിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ അകത്ത് പ്രാണിയും അങ്ങനെ ചെറിയ ചെറിയ ജീവിയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നല്ല വൃത്തിയായി തന്നെ കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ചാമ്പയ്ക്ക ഇനി നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. അതിൻ്റെ അകത്ത് കുരുവും വേറെ എന്തെങ്കിലും അഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കളഞ്ഞ് ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകിയെടുത്ത ചാമ്പയ്ക്ക നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 4 സ്പൂൺ പഞ്ചസാര വേണം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയ ഒരു 3/4 കവർ പാലും കൂടി വേണം. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് ഒരു 3-4 ഏലക്കയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായി അരച്ചെടുക്കുക. നമ്മുടെ അടിപൊളി ടേസ്റ്റിയുമായ ചാമ്പയ്ക്ക ജ്യൂസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. വെറുതെ കളയുന്ന ചാമ്പയ്ക്ക കൊണ്ട് ഇത്ര അടിപൊളി ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് സെക്ഷനിൽ പറയുക. താങ്ക്